ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴുത്ത പുളി ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ വീഡിയോയാണ്. എന്നിട്ട് ഞാൻ ഈ വലിയ പുളിയുടെ ഒരു പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൊഴുവ മീൻ, ഏത് മീനകത്ത് മത്തിയോ അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഞ്ഞു മീനുകളിൽ. ഇപ്പം ഞാനവിടെ കൊഴുവ 1/2 കിലോ മിച്ചമുണ്ട് കേട്ടോ. കൊഴുവ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പീര വെക്കുന്ന പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉണക്കപ്പുളിയാണല്ലോ സാധനം ചേർത്ത് കൊടുക്കുന്നത്. പകരം നമ്മൾ ഈ പഴുത്ത പുളിയാണ്, അത് പച്ച പുളിയോ പഴുത്ത പുളിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ പഴുത്ത പുളി കിട്ടിയപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ തേങ്ങ അരകളിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് നന്നായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി. അത് ചെറിയുള്ളി എത്രത്തോളം ഉണ്ട് അത്രയും ടേസ്റ്റ് കൂടും. പിന്നെ നമ്മുടെ പുളി ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുളി പിടിക്കാനും എല്ലാം നല്ലതാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പീര റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് മീനിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിയും സബോള എടുക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി മാത്രം എടുക്കുക. അതുപോലെ തന്നെ എരിവ് നന്നായിട്ട് വേണം ഈ ഒരു കറിക്ക്. അപ്പം ഞാനിതെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അരപ്പ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ എല്ലാവരും കുടംപുളിയൊക്കെ ഇപ്പോൾ ഉള്ള സമയമാണല്ലോ, മിക്കയിടത്തും തന്നെ ഇപ്പം കുടംപുളി നമുക്ക് പഴുത്ത് ആകുന്നൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ മൊത്തം പീരയും അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണേ. അപ്പോൾ ഇതേ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇനി വിറകടുപ്പിലേക്കാട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. വിറകടുപ്പിൽ വെച്ചാണ് നമ്മളിത് പാചകം ചെയ്തെടുക്കുന്നത്. അപ്പോൾ തീ നന്നായിട്ട് കത്തുന്നുണ്ട്. ഈ സമയം ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതേ ഞാൻ കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പീര റെസിപ്പി, നമ്മുടെ പച്ചപ്പുളി അഥവാ പഴുത്ത പുളി ചേർത്ത റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ മീൻ കറി വെക്കുമ്പോഴാണെങ്കിലും പീര വെക്കുമ്പോഴാണെങ്കിലും ഇതേപോലെ പുളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം വേറൊരു ടേസ്റ്റ്, നമ്മൾ ഉണക്കക്കുടംപുളി ഇട്ട് കൊടുക്കുന്നതിന് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.